square pyramid, base edge 30 mm and height 60 mm is resting on HP on its triangular face such that face edge on HP is inclined 30 degree to VP. Draw its projection. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അതായത് ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നു സ്ക്വയർ പിരമിഡ് എച്ച് പിയിൽ, ആ എഡ്ജ് എച്ച് പിയിലാണ്, ഈ ഫേസും എച്ച് പിയിലാണ്. ഈ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന ഫേസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു വി പി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ടു വി പി ആണ്. ഓക്കെ, അപ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ഇവിടെ തന്നിട്ടില്ല, കാരണം തരേണ്ട ആവശ്യമില്ല, അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. ഫേസിൽ പിരമിഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആക്സസ് ഓൾറെഡി ഇൻക്ലൈൻ ടു എച്ച് പി ആകും. ഇനി ഇൻക്ലിനേഷൻ വിത്ത് വി പി ആക്സസ് അല്ല തന്നിരിക്കുന്നത്, ഈ എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ഇതിനെ ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി വരച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇവിടെ 30 ഡിഗ്രി എടുത്തിട്ട് ടോപ്പ് വ്യൂ വരച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം നമുക്ക് ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡിൽ നിങ്ങൾ ഇങ്ങനെ വരച്ചു എന്ന് കരുതുക, ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരച്ചു എന്ന് കരുതുക. നമുക്ക് ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡിൽ അടുത്തത് ഈ ഫ്രണ്ട് വ്യൂവിനെ ഇൻക്ലൈൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്യിപ്പിക്കുകയാണ്. അതപ്പോൾ എന്താണ്, റെസ്റ്റിംഗ് ഓൺ കോർണറാണ്, ഇവിടെ വെച്ച് പ്രോബ്ലം നിൽക്കുകയും ചെയ്യും. ഇതാണോ കണ്ടീഷൻ? അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ കൊണ്ടുവച്ചാൽ റെസ്റ്റിംഗ് ഓൺ ഫേസ് എഡ്ജ് ആയി പോകും. റെസ്റ്റിംഗ് ഓൺ ഫേസ് ആണ് നമ്മുടെ പ്രോബ്ലം തന്നിരിക്കുന്നത്. അതുകൊണ്ട് റെസ്റ്റിംഗ് ഓൺ എഡ്ജ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓൺ ഫേസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഈ എഡ്ജ് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. അത് നമ്മുടെ എളുപ്പത്തിന് നമ്മൾ ഈ ഡയറക്ഷനോട്ട് ഇൻക്ലൈൻ ചെയ്യുന്നതുകൊണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ പഠിച്ചു വെച്ചാൽ മതി. എന്നാൽ ഈ കണ്ടീഷനിൽ ഈ പോളിഹെഡ്ര വരുമ്പോഴുള്ള മിസ്റ്റേക്സ്, സിമ്പിൾ പൊസിഷനിൽ വരുന്ന മിസ്റ്റേക്സ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ എഡ്ജ് പെർപെൻഡിക്കുലറായിട്ടാണ് വരയ്ക്കേണ്ടത് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഫേസ് എച്ച് പിയിലാണ്, ദാറ്റ് മീൻസ് ഈ എഡ്ജ് എച്ച് പിയിലാണ്. അപ്പോൾ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ആക്സസ് പെർപെൻഡിക്കുലറായിട്ട് എച്ച് പി ആയിട്ട് സിമ്പിൾ പൊസിഷനിൽ ടോപ്പ് വ്യൂവിൽ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ സ്ക്വയറും ഫ്രണ്ട് വ്യൂവിൽ ഈ ട്രയാങ്കിളും വരയ്ക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്ക്വയറിൻ്റെ സൈഡ് 30 ആണ്. എഡ്ജ് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കണം, കാരണം റെസ്റ്റിംഗ് ഓൺ ഫേസ് ആണ്. ഫേസ് മീൻസ് റെസ്റ്റിംഗ് ഓൺ എഡ്ജ് തന്നെയാണ്. അപ്പോൾ 30 mm ഈ എഡ്ജ് ആദ്യം വരയ്ക്കുന്നു. ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. റഫായിട്ടാണ് വരയ്ക്കുന്നത്, കറക്റ്റ് 90 ഡിഗ്രി ഒക്കെ എടുത്ത് വരയ്ക്കുക. ഇപ്പോൾ വരച്ചിരിക്കുന്നത് സ്ക്വയർ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂ ആണ്. പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ ആണെങ്കിൽ അപ്പെക്സ് കാണണം, അപ്പെക്സ് കൂടെ ലൊക്കേറ്റ് ചെയ്യാം. നെയിം ചെയ്യുക. ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ കിട്ടും, പ്രൊജക്റ്റ് ചെയ്യുക. ഹൈറ്റ് 60 mm ആണ്. അപ്പോൾ 60 mm എബോ ആയിട്ട് അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്യുക. ചെയിൻ ഇൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്യുക. ഈ പോയിൻ്റാണ് ഒ ഡാഷ്. ഇവിടെ കിട്ടിയിരിക്കുന്നതാണ് എ ഡാഷ് ഡി ഡാഷ്, ബി ഡാഷ് സി ഡാഷ്. ഫേസ് എഡ്ജസ് ജോയിൻ ചെയ്യുക. അതുപോലെ തിക്ക് ലൈൻ യൂസ് ചെയ്ത് ബേസ് എഡ്ജസ് ജോയിൻ ചെയ്യുക. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഡയമെൻഷൻ പിന്നീട് ചെയ്യാം. ഇനി അടുത്ത സ്റ്റേജിൽ തന്നിരിക്കുന്നത് യൂഷ്വലി സിമ്പിൾ പ്രോബ്ലത്തിലൊക്കെ ഉണ്ടാകുക എഡ്ജ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്ത് ആക്സസിൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ടു എച്ച് പി, അല്ലെങ്കിൽ ഈ ഫേസിൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ടു എച്ച് പി, ഇങ്ങനെയൊക്കെയാണ്. ബട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഫേസ് എച്ച് പിയിലാണ്. ഫേസ് എച്ച് പിയിലാണെങ്കിൽ ഈ ചേഞ്ച് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ഇതിനെ ഇതുപോലെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിനെ ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ ഇങ്ങനെ മാറ്റി വരയ്ക്കണം. ഇങ്ങനെ മാറ്റി വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ബി ഡാഷ് സി ഡാഷ് ആണ് കാണുന്നത്. ഇതാണ് എ ഡാഷ് ഡി ഡാഷ്, ഇത് ഒ ഡാഷ്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്തിൽ ഇവിടെ മാർക്ക് ചെയ്യുക, ഈ ലെങ്ത്തിൽ ആർക്ക് കട്ട് ചെയ്യുക, ഒ ഡാഷ് എ ഡാഷിൽ ആർക്ക് കട്ട് ചെയ്യുക. നമുക്ക് ഈ ട്രയാങ്കിൾ ഇവിടെ മാറ്റി വരയ്ക്കാൻ പറ്റും, എളുപ്പത്തിൽ മാറ്റി വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഈ പോയിൻ്റ് B1 ഡാഷ് ഓർ ബി ഡാഷ് C1 ഡാഷ് എടുക്കുന്നു. എന്നിട്ട് ഈ ഒ ഡാഷ് ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തു.
ഇതാണ് O1'. തിക്ക് ലൈൻ വരയ്ക്കുന്നു. ഇനി A' ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെയിം ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് ഇതും സെയിം ആയിരിക്കും, നേരത്തെ എടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ആർക്ക് അല്ലെങ്കിൽ A', ഇവിടെ ആർക്ക് വരയ്ക്കുന്നു. A', B', അതായത് 30 mm. ഇവിടുന്ന് കട്ട് ചെയ്യുന്നു. ഈ പോയിൻ്റാണ് A1', D1'. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കോണും സ്ക്വയർ പിരമിഡൊക്കെ വരുമ്പോൾ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സ്ക്വയർ പിരമിഡ് വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഇത് വരയ്ക്കാൻ എളുപ്പമാണ്. കോണൊക്കെ കുറേ പോയിൻറ്റ്സൊക്കെ വരുന്നതുകൊണ്ട് സമയം എടുക്കും വരയ്ക്കാൻ. ഇനി ആക്സിസ് വരയ്ക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് കാണണം. ഇത് നമുക്കറിയാം 15 mm ആയിരിക്കും. അല്ലെങ്കിൽ കോമ്പസിൽ ഇത് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിലൂടെ ആക്സിസ് ലൈൻ ചേഞ്ച് ഇൻ സിംഗിൾ ഡാഷ് വരയ്ക്കുക. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. അതിൻ്റെ കൺസെപ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പഠിച്ചു വെക്കുക. പ്രൊജക്ടേഴ്സ് വരയ്ക്കുമ്പോൾ കറക്റ്റ് പാരലൽ ലൈൻസ് ആയിരിക്കണം. തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്നതാണ് O1, ഇത് D1, A1, ഈ പോയിൻ്റ് B1, C1. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബേസ് വിസിബിൾ ആണ്, അതുകൊണ്ട് ബേസിലെ എല്ലാ എഡ്ജസും വിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഫേസ്, ഈ ബേസ് കംപ്ലീറ്റ് ആയിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ബേസ് എഡ്ജസൊക്കെ കണ്ടിന്യൂസ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഇനി AO ബൗണ്ടറി ആണ്. ബൗണ്ടറി ലൈൻ എപ്പോഴും വിസിബിൾ ആയിരിക്കും, കാരണം ഔട്ട്ലൈൻ എപ്പോഴും വിസിബിൾ ആയിരിക്കും. TOയും വിസിബിൾ ആണ്. ബട്ട് ഇനി ഈ CO ആൻഡ് BO, ഇതിൻ്റെ ബിയും സിയും താഴെ കാണുന്ന പോയിൻ്റ് അല്ലേ, അപ്പോൾ ആ ലൈൻ വിസിബിൾ ആയിരിക്കില്ല. ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. അതൊരു ലൈൻ വിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുമ്പോൾ അത് ഡാഷ് ലൈൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ബിയും സിയും താഴെയാണ്. മുകളിൽ നോക്കുമ്പോൾ ഈ BOയും COയും കാണില്ല. ഇതേപോലെ സോൾഡ് കഴിയുണ്ടെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മുകളിൽ നോക്കുമ്പോൾ ഈ രണ്ട് ലൈനേ കാണും, ഈ താഴത്തെ ഈ രണ്ട് ലൈനും കാണില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജും കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് എന്താണ്, ഈ ഫേസ് റെസ്റ്റ് ചെയ്തപ്പോഴുള്ള ഈ ഫേസിൻ്റെ ഈ എഡ്ജ്, അതായത് ഈ ബേസ് എഡ്ജ്, ഈ ബേസ് എഡ്ജാണ് 30 ഡിഗ്രി ടു VP എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബേസ് എഡ്ജ് 30 ഡിഗ്രി VP ആയിട്ട് വരയ്ക്കണം. ഈ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ BC ആണത് അല്ലേ, റൈറ്റ് സൈഡിൽ അടിക്കുന്ന എഡ്ജ് BC ആണ്. അപ്പോൾ ഈ BCയിലാണ്, B1 C1ലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് 30 ഡിഗ്രി വരയ്ക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും നോക്കുക. ഇങ്ങനെ 30 ഡിഗ്രിയിൽ മാറ്റി വരയ്ക്കുമ്പോൾ അപ്പാരൻ്റ് ആംഗിളിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ CB ലെങ്ത് ചേഞ്ച് ആവുന്നുണ്ടോ, ഇല്ലല്ലോ. ഈ CBയും ഈ CBയും സെയിം അല്ലേ, ദാറ്റ് ഈസ് 30 mm തന്നെ അല്ലേ. അപ്പോൾ ഇത് ട്രൂ ലെങ്ത് അല്ലേ. ട്രൂ ലെങ്ത് നമുക്ക് എന്തിൽ തന്നെ വരയ്ക്കാം, ട്രൂ ഇൻക്ലിനേഷൻ തന്നെ വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ലൈൻ ഇപ്പോൾ പാരലൽ ടു HP ആണ്, ഇപ്പോഴും ഇൻ HP, പാരലൽ ടു HP ആണ്, ഇൻക്ലൈൻ ടു VP ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാരലൽ ടു HP ലൈൻ ഇൻക്ലിനേഷൻ വിത്ത് VP ട്രൂ ലെങ്ത് തന്നെയായിരിക്കും, ബട്ട് ഇൻക്ലൈൻ ടു XY ലൈൻ ആയിരിക്കുന്നു മാത്രം. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി അതല്ല, ഇവിടെ ഈ ആക്സിസ് ആണ് തന്നതെങ്കിൽ, ഓക്കെ, ആക്സിസ് വരയ്ക്കാൻ പോയി, ഇവിടെയാണ് ആക്സിസ് കിട്ടുക. ഈ ക്വസ്റ്റ്യനിൽ ആക്സിസ് മേക്കിംഗ് 45 ഡിഗ്രി ടു VP എന്നാണെങ്കിൽ ഈ ആക്സിസിനെയാണ് മാറ്റി വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആക്സിസിനെ മാറ്റി വരയ്ക്കുമ്പോൾ ഈ ലെങ്ത് ഇവിടത്തേക്കാളും റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇൻക്ലൈൻ ടു 1 പ്ലെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ ആകുമ്പോൾ അത്
ബീറ്റയിൽ വരയ്ക്കണം. അപ്പോൾ ബീറ്റയിൽ വരയ്ക്കണമെങ്കിൽ പ്രോബ്ലത്തിൽ ബീറ്റ തന്നിട്ടുണ്ടോ നോക്കുക. തന്നിട്ടുണ്ടെങ്കിൽ ബീറ്റ തന്നെ യൂസ് ചെയ്യുക. ഇനി ബീറ്റ തന്നിട്ടില്ലെങ്കിൽ ബീറ്റ എങ്ങനെയാണ് മനസ്സിലാവുക? ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു XY ലൈൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ബീറ്റയാണ്. ഇനി അല്ല, ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു VP എന്നാണെങ്കിൽ അവിടെ ബീറ്റ ഫൈൻഡ് ചെയ്യണം. അത് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതാണ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അത് ആൽഫ ആയിരുന്നു. ഇനി ബീറ്റ ഫൈൻഡ് ചെയ്യണമെങ്കിൽ സെയിം മെത്തേഡ് തന്നെ 30 ഡിഗ്രിയിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ട്രൂ ആംഗിളിൽ ട്രൂ ലെങ്ത്തിൽ, അതായത് ഈ ആക്സിസിൻ്റെ ട്രൂ ലെങ്ത്തിൽ ലൈൻ വരയ്ക്കുക. അതിലേക്ക് ഈ റെഡ്യൂസ് ചെയ്ത് ഈ ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്ത ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടെ കൊണ്ടേ കട്ട് ചെയ്ത് അതായിരിക്കും ആ ലൈൻ. ഓക്കെ, ഈ ഇൻക്ലിനേഷനാണ് ബീറ്റ. ഈ ബീറ്റ സെപ്പറേറ്റ് ഫൈൻഡ് ചെയ്യണമെന്നില്ല, ഈ ലൈൻ തന്നെ മാറ്റി വരച്ചാൽ മതി. ഇനി ഇതേപോലെ സെപ്പറേറ്റ് ഒരു സ്ഥലത്താണ് കാണുന്നതെങ്കിൽ അതിന് ഇവിടത്തേക്ക് കൊണ്ടുവന്നാൽ മതി. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇവിടെ CB ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ ട്രൂ ലെങ്ത് നമുക്ക് ട്രൂ ഇൻക്ലിനേഷൻ തന്നെ വരയ്ക്കാൻ പറ്റും. ഒരു പോയിൻ്റ് എടുക്കുക, നിയറർ ടു VP അവേ ഫ്രം VP ഒന്നും പ്രോബ്ലം തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലോട്ടേക്ക് വരയ്ക്കാം. നമ്മുടെ സ്പേസിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് വരയ്ക്കാം. തന്നിട്ടുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാം. ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് 30 ഡിഗ്രി വരുന്നത്. ഈ ലൈനിലാണ് BC വരേണ്ടത്. ഇവിടെ മാർക്ക് ചെയ്യുന്നു. മാക്സിമം സ്പേസ് കുറച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് സ്പേസ് വെച്ചുകൊണ്ട് ഈ പോയിൻ്റാണ് C2. ഇവിടെ എടുത്തിരിക്കുന്നതാണ് B2. ഈ ഫിഗറിനെ മാറ്റി വരയ്ക്കണം, സൈസും ഷേപ്പും ചേഞ്ച് ആകരുത്. അപ്പോൾ അത് നമുക്കറിയാം, ഈ സെൻറ്റർ ലൈൻ കണ്ട് ഈ ആക്സിസ് വരച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് കിട്ടും. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഈ സെയിം ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരച്ച് കഴിഞ്ഞാൽ Aയും Dയും കിട്ടും. അല്ലെങ്കിൽ നമുക്കറിയാം, അപ്പോൾ ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് എടുക്കുന്നു, അതായത് ഈ കേസിൽ അത് 15 mm ആയിരിക്കും. ആണ് ആക്സിസിൻ്റെ ലൈനിൽ വരുന്നത്. ഇവിടെ O1 കിട്ടും. O2 ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ മതി. സിയിലൂടെ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. അതേപോലെ ബിയിലൂടെയും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. അതിലേക്ക് ഈ ഡിസ്റ്റൻസ് കട്ട് ചെയ്താൽ മതി. ഈ പോയിൻ്റാണ് D2, A2 ആണിത്. കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, പ്രൊജക്റ്റ് ചെയ്യുക. ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുക. O2 dash, D2 dash, C2 dash, A2 dash, B2 dash. ഇപ്പോൾ എല്ലാ പോയിൻറ്റ്സും കിട്ടി. ഇനി ഇവിടെ നോക്കുമ്പോൾ അപ്പെക്സ് ആണ് നിയറായി കിടക്കുന്നത്, അപ്പോൾ ബേസ് ഇൻവിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ബേസിലെ എല്ലാ പോയിൻറ്റ്സും കാണില്ല. അപ്പോൾ ഈ ബൗണ്ടറി ലൈൻസൊക്കെ നമുക്ക് വിസിബിൾ ലൈനായിട്ട് വരയ്ക്കാൻ പറ്റും. ഈ ലൈൻ DC അത് കാണില്ല, അത് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. D ഡാഷ് O ഡാഷ് ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ് ആയി. ഡയമെൻഷൻ കൂടെ ചെയ്ത് വെക്കുക. ഗിവൺ ഡാറ്റ, അതായത് 30, ഹൈറ്റ് 60, ദിസ് ഇൻക്ലിനേഷൻ 30 ഡിഗ്രി.
ഇനി ആൻസർ കീയിലോട്ടേക്ക് പോവാം. നമ്മൾ വരച്ചിരിക്കുന്നത് സെയിം ഫിഗർ ആണെന്ന് ഇവിടുന്ന് മനസ്സിലായി. നേരത്തെ സെയിം തന്നെയാണ് ഇവിടെയും. സിമ്പിൾ പൊസിഷൻ 5 മാർക്സ്, ഫസ്റ്റ് റൊട്ടേഷൻ 6 മാർക്ക്, സെക്കൻഡ് റൊട്ടേഷൻ 7 മാർക്ക്, ആൻഡ് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ് 2 മാർക്ക്. അങ്ങനെ പ്രൊജക്ഷൻ ഓഫ് സോളിഡ് സെക്കൻഡ് മൊഡ്യൂളും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.